നമസ്കാരം. രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ന്യായം സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിനാണ് കോടതികൾ. അല്ലാതെ ഏകപക്ഷീയമായി ഒരാൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്താൽ ഉടനെ അയാളെ ശിക്ഷിക്കുകയല്ല. അതുകൊണ്ടാണ് രാജ്യത്തെമ്പാടും കോടതികളിൽ യോഗ്യതയുള്ള അഭിഭാഷകർ ഉള്ളത്. അഭിഭാഷകൻ ഒരു പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുത്താൽ ആ പ്രതിക്ക് വേണ്ടി നിലകൊള്ളണം. അതാണ് നിയമം. അങ്ങനെ തന്നെയാണ് പ്രോസിക്യൂട്ടർ വാദിക്ക് വേണ്ടി നിലകൊള്ളണം. അതിന്റെ തിയറി നമ്മൾ ഓർക്കണം. എല്ലാ വ്യക്തികളും ഭരണകൂടങ്ങളാൽ സംരക്ഷിക്കപ്പെടാൻ അവകാശമുള്ളവരാണ്. എൻ്റെ സ്വത്തും എൻ്റെ ജീവനും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. എൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കാതെ വരുമ്പോഴാണ് ഞാൻ കുറ്റകൃത്യത്തിന് ഇരയാകുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കുറ്റകൃത്യത്തിന് ഇരയായാൽ ആ പൗരന് വേണ്ടി വാദിക്കാൻ സർക്കാർ ചെലവിൽ വെച്ചിരിക്കുന്ന ആളാണ് പ്രോസിക്യൂട്ടർ. ആ പ്രോസിക്യൂട്ടർ ആരാണോ ഇരയായിരിക്കുന്നത് അവർക്ക് വേണ്ടിയായിരിക്കണം നിലപാടെടുക്കേണ്ടത്. അതിനാണ് ഇവർക്ക് വലിയ ശമ്പളം സർക്കാർ കൊടുക്കുന്നത്. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ ടി ഗീനാകുമാരി എന്ന CPM വനിതാ നേതാവ് ചെയ്ത അങ്ങേയറ്റത്തെ വൃത്തികേട് മനസ്സിലാക്കാൻ കഴിയൂ. ടി ഗീനാകുമാരി ഒരു സ്വതന്ത്ര അഭിഭാഷകയല്ല. അങ്ങനെയാണെങ്കിൽ പോലും അവരാർക്ക് വേണ്ടി വാദിക്കുന്നുവോ അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ പാടുള്ളൂ. ടി ഗീനാകുമാരി സംസ്ഥാന സർക്കാരിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന പ്രോസിക്യൂട്ടറാണ്, ജില്ലാ ഗവൺമെന്റ് ലീഡറാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു കേസെടുത്താൽ ആ കേസിന് അനുകൂലമായി, പോലീസിന് അനുകൂലമായി, ഇരയ്ക്ക് അനുകൂലമായി നിൽക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇവിടെയാണ് ഗീനാകുമാരി എന്ന കമ്മ്യൂണിസ്റ്റുകാരി നിയമം ലംഘിച്ചതും അഭിഭാഷിക എന്ന നിലയിൽ ധാർമ്മികത ഇല്ലാതാക്കിയതും. അതായത് ഒരു കാരണവശാലും ഇവരെ വിശ്വസിച്ചാരും കേസ് ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചാൽ അവർ കക്ഷിക്കെതിരെ നിൽക്കും. ഇപ്പോൾ സർക്കാരെ ഏൽപ്പിച്ചപ്പോൾ സർക്കാരിനെതിരെ നിന്നു. ഇനി ഒരു സ്വകാര്യ വ്യക്തി ഏൽപ്പിച്ചാൽ അവർക്കെതിരെ നിൽക്കും എന്ന് തെളിയിക്കുകയായിരുന്നു അവരുടെ നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ CPM ഗുണ്ടകൾ ആക്രമിക്കുന്നു. ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുന്നു, വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നു, പോലീസ് കേസെടുക്കുന്നു. ആ ഗുണ്ടകൾക്കെതിരെ സർക്കാരിന് വേണ്ടി, പോലീസിന് വേണ്ടി വാദിക്കേണ്ട ബാധ്യതയാണ് ടി ഗീനാകുമാരിക്കുണ്ടായിരുന്നത്. എന്നാൽ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് ഒരു ജാമ്യാപേക്ഷ കൊടുക്കുന്നു. ആ ജാമ്യാപേക്ഷ എതിർക്കാനുള്ള ആവശ്യം 13 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചു. പോലീസിന് പോയി കോടതി വാദിക്കാൻ പറ്റില്ല. കേസ് അന്വേഷിക്കുന്ന പോലീസിനെ എന്തുകൊണ്ട് ജാമ്യത്തെ എതിർക്കണമെന്ന് പറയാൻ മാത്രമേ പറ്റൂ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രോസിക്യൂട്ടർ സർക്കാർ പറയുന്നത് അതേപടി ചെയ്യാൻ ബാധ്യസ്ഥനൊന്നുമല്ല. നിയമപരമായി ശരി മാത്രമേ അവർ ചെയ്യാവൂ. അതിനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ അവർക്ക് അന്വേഷണത്തിന്റെ പുരോഗതിയോ അന്വേഷണ സാധ്യതയോ സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. നിയമത്തിന്റെ കാര്യം ഈ നിയമം കൊണ്ട് ചാർത്തു അല്ലെങ്കിൽ ഈ നിയമ പോയിന്റ് പറയൂ എന്ന് പ്രോസിക്യൂട്ടർ സർക്കാർ പറഞ്ഞാൽ ചെയ്യണമെന്നില്ല. നിയമം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് പ്രോസിക്യൂട്ടറാണ്. എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഘട്ടത്തെക്കുറിച്ച് പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ അത് വിശ്വസിക്കണം. കാരണം ഫീൽഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലീസിന് അറിയൂ, എങ്ങനെ അന്വേഷിക്കണമെന്ന് പോലീസിന് അറിയൂ, ഇനി എത്ര അന്വേഷണം ബാക്കിയുണ്ടെന്ന് പോലീസിന് അറിയൂ. അതിനെ നിഷേധിക്കാൻ പ്രോസിക്യൂട്ടർക്ക് അധികാരമില്ല. ഇവിടെ ഗീനാകുമാരി ചെയ്ത് പോലീസ് 13 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുത്ത റിപ്പോർട്ട് ഗവനിച്ചില്ല. കേസ് ഡയറി പോലും ചോദിച്ചില്ല. ഗീനാകുമാരി എണീറ്റ് നിന്ന് പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ജാമ്യം കൊടുത്തു. ഈ വിവരം ജാമ്യം കൊടുത്ത ജഡ്ജ് എഴുതി വയ്ക്കുകയും ചെയ്തു. അതാണ് ഇതിന്റെ മൂല കാരണം. പക്ഷെ എന്തായാലും സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. ഉടനടി തന്നെ ഗീനാകുമാരിയെ ചുമതലയിൽ നിന്ന് മാറ്റി. മാത്രമല്ല അവർക്ക് 1 മാസത്തെ ശമ്പളം കൂടി കൊടുക്കും. 2016 മുതൽ 10 വർഷം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പദവിയിലിരിക്കുകയാണ്. പലരും പറയുന്നുണ്ട് ബെയിൽ റൈറ്റ് ആണ്, എന്താ തെറ്റെന്ന്. ഈ ബെയിൽ റൈറ്റ് ആണെന്നുള്ള വികാരമൊന്നും മറുനാടനെ പോലുള്ളവരെ വേട്ടയാടാനിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ ഈ സഖാക്കൾക്ക്. എത്രയോ കള്ളക്കേസുകൾ മറുനാടൻ അടക്കമുള്ളവർക്കെതിരെ ഇവർ എടുത്തിരിക്കുന്നു. ഈ കള്ളക്കേസുകളിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വാദിച്ചിരിക്കുന്നു. അതേ ഗീനാകുമാരി ഒന്നാം തരം ഒരു കമ്മിണിയായി നീതിയെ അട്ടിമറിക്കാൻ, നിയമ സംവിധാനത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടു. ഉടനടി പ്രോസിക്യൂട്ടർ നീക്കം ചെയ്തു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചു. പലർക്കും അറിയില്ല, ഇവർ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ആയിരുന്നു. ജില്ലാ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഗീനാകുമാരി. പുതിയ ജില്ലാ പ്രോസിക്യൂട്ടറെ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ ഇതുവരെ നിയോഗിച്ചിട്ടില്ല. അതുവരെ ഈ കേസ് അവർ കൈകാര്യം ചെയ്താൽ കുഴപ്പമാകുന്നത് കൊണ്ട് അവരെ മാറ്റുകയും CPM നിയോഗിച്ച ഒരു ഷാജി എന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തൽക്കാലം സർക്കാർ നടത്തുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനർത്ഥം സ്ഥിരമാണെന്നല്ല. പുതിയ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും പുതിയ ജില്ലാ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്നത് വരെ ഗീനാകുമാരി ചെയ്യാൻ പാടില്ല. ഗീനാകുമാരി ചെയ്യുന്ന പണി കൂടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചു. പലപ്പോഴും സുപ്രധാനമായ കേസുകളിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയോഗിക്കുന്നത്. ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ കേസുകൾ, അവിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കുന്നത്. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് പേരുള്ള തലയെടുപ്പുള്ളൊരു അഭിഭാഷകനായിരിക്കും അല്ലെങ്കിൽ അഭിഭാഷകയാവും. വളരെ പ്രസിദ്ധരായിരിക്കും, സീനിയേഴ്സ് ആയിരിക്കും. അവർക്ക് കേസ് നടത്തി വിജയിച്ച് മെറിറ്റ് ഉണ്ടാവും. അവർ സർക്കാരിൽ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല.
കാരണം സർക്കാരിന് ശമ്പളം വാങ്ങുന്നതിനേക്കാൾ അവർക്ക് കേസുണ്ടാവും. അവർക്ക് ഈ കേസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കേസിന് ഇത്ര പ്രാധാന്യം. ED ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയോഗിച്ചു. ഇന്നലെ രാത്രി തന്നെ ഉത്തരവിറങ്ങി. ഈ ഉത്തരവനുസരിച്ച് തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയർ അഭിഭാഷകരിൽ ഒരാളായ സന്തോഷ് കുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റു. ഇന്ന് ലെനിൻ എന്നു പേരുള്ള മറ്റൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ പങ്കെടുക്കുന്നത് ഗീനാകുമാരിയല്ല, സന്തോഷ് കുമാറാണ്. സന്തോഷ് കുമാർ വെറും ഒരു ചെറിയ മീനല്ല, ഒന്നാം തരം പുള്ളിപ്പുലിയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ്. ഏറ്റവും അധികം കേസ് നടത്തി വിജയിച്ച ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ്, ചെറിയതുറ വെടിവയ്പ് കേസ് തുടങ്ങിയ നിർണായകമായ പല കേസുകളിലും നിർണായകമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്നിപ്പോൾ ഗീനാകുമാരി ഇരുന്ന അതേ പോസ്റ്റിൽ ജില്ലാ പ്രോസിക്യൂട്ടറും ജില്ലാ ഗവൺമെന്റ് ലീഡർ എന്ന തസ്തികയിൽ ഇരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയുടെ എല്ലാ കേസുകളും, പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം വാദിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടി VS അച്യുതാനന്ദനെതിരെ കൊടുത്ത മാനനഷ്ട കേസിൽ അനുകൂലമായി വിധി വാങ്ങിയ ആളാണ്. പിന്നെ ജില്ലാ കോടതി അത് മരവിപ്പിച്ചു. അതിന്റെ റിവ്യൂ പെറ്റീഷൻ കിടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഒരു അഭിഭാഷകൻ. എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രത്യേക താല്പര്യം, കേരളത്തിൽ ഏറ്റവും അധികം തട്ടിപ്പ് നടത്തുന്നത് റിപ്പോർട്ടർ ചാനൽ, നമുക്കറിയാം. റിപ്പോർട്ടർ ചാനൽ നുണ പറയും, ഒരു വശത്തെ വ്യാജ വാർത്തകൾ കൊടുക്കും എതിരാളികൾക്കെതിരെ, മറുഭാഗത്ത് റിപ്പോർട്ടർ മുതലാളിമാർ നിരവധി തട്ടിപ്പുകൾ നടത്തും. അവരുടെ തട്ടിപ്പിനുള്ള ഒരു മുഖം മൂടിയാണ് ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. ഹോളിഡേ ഇൻ ഹോട്ടൽ സ്വന്തമാക്കാൻ ദുബായിൽ പോയി അതിന് മുതലാളിമാരോട് സംസാരിച്ച് അവരെ വീഴ്ത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇവരുടെ ഒരു തട്ടിപ്പ് പശ്ചാത്തലം തിരിച്ചറിഞ്ഞ് ആ സ്ഥാപനത്തിന്റെ CEO അതീവ ശ്രദ്ധയോടുകൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്ത ഈ സന്തോഷ് കുമാർ ആയിരുന്നു. ആ എഗ്രിമെന്റിലാണ് വാസ്തവത്തിൽ റിപ്പോർട്ടർ മുതലാളി ആ ഇടപാടിൽ തട്ടിപ്പ് നടത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യം രൂപപ്പെട്ടത്. കാരണം അത്ര ശ്രദ്ധയോടുകൂടിയാണ് ആ എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തത്. ഇത്തരത്തിൽ വലിയ പ്രാഗൽഭ്യം തെളിയിച്ച അഭിഭാഷകനാണ് സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തിയതോടെ ഇനി EDക്ക് തലവേദനയില്ല. ഇതിനോടൊപ്പം തന്നെ ED കക്ഷി ചേർന്നിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സന്തോഷ് കുമാറുണ്ട്. ED കക്ഷി ചേർന്ന് EDക്ക് വേണമെങ്കിൽ മറ്റൊരു അഭിഭാഷകനെ കൂടി വയ്ക്കാം. എന്ന് വെച്ചാൽ ഈ ED ആക്രമിച്ച കേസിൽ ഇനി പ്രതികൾക്ക് അനുകൂലമായി ആരും ഉണ്ടാവില്ല. EDയുടെ അഭിഭാഷകൻ ഉണ്ടാവും, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും. അങ്ങനെ രണ്ടു കൂട്ടരും അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതോടുകൂടി ഈ ആക്രമിച്ച CPM ഗുണ്ടകൾക്ക് ഇനി ചിരകാലം ജയിലിൽ കഴിയാം. അതിശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഈ ഇടപെടൽ വഴി CPMന് വേണ്ടി ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയവരുടെ വിധി എന്താവും എന്ന് വ്യക്തമാവും. അവർക്കിനി പുറം ലോകം കാണുക അത്ര എളുപ്പമായിരിക്കില്ല. അവർ ഇതുവരെ ഈ പറയുന്ന ഗീനാകുമാരിയുടെ തണലിൽ എങ്ങനെയെങ്കിലും ഊരിപ്പോരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിന് നടക്കില്ല. അതിശക്തമായ ഇടപെടലാണ്. ദീർഘകാലം ഇവർ ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവും. കാരണം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അതീവ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ നടത്തിയ ഗുണ്ടകൾ ജയിലിലാണെന്ന് മാത്രമല്ല, ഇനി ബാക്കിയുള്ളവരെ പിടിക്കേണ്ടി വരും. എല്ലാവരും ഊരിപ്പോയി, ഇവർക്കെല്ലാം ജാമ്യം കിട്ടും, കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ 300 പേരിൽ 10-20 പേരെങ്കിലും പൊക്കാൻ സാധ്യതയുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുവരെ നെഞ്ചുവിരിച്ച് നടന്ന സഖാക്കൾ പലരും മുങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവന്മാരെ കുറച്ചുപേരെ പിടിച്ച് ജയിലിൽ അടക്കണമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും തോന്നി. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. CPM ഗുണ്ടകളെ രക്ഷിച്ചെടുക്കാൻ കഴിയാതെ നേതാക്കന്മാർ നെട്ടോട്ടത്തിലാണ്. ഉടനെയെങ്ങും അവർക്കിനി ജാമ്യം കിട്ടിയേക്കില്ല.